എന്നിട്ട് എന്തായി കാര്യങ്ങള്? ആ ജോലി അരവിന്ദേട്ടന് തന്നെ കൊടുക്കണമെന്ന് അയാളോട് ആകാശേട്ടന് തീർത്ത് പറയാറുന്നില്ലേ? നിനക്ക് വേറൊരു കാര്യം അറിയോ? ശ്രേയ എന്നെ കൺസ്ട്രക്ഷൻസിലേക്ക് പറഞ്ഞു വിട്ടത്. അതെന്തിനാ? നമ്മള് വിചാരിച്ചത്ര കുഴപ്പക്കാരിയല്ല ശ്രേയ. അരവിന്ദന് ആ ജോലി കിട്ടണമെന്ന് ശ്രേയയ്ക്കും ആഗ്രഹമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആകാശേട്ടാ. അതെ, ഈ പറഞ്ഞ കമ്പനിയുടെ പ്രോജക്ട് റിപ്പോർട്ട് ശ്രേയ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടതേ ഈ പ്രോജക്റ്റ് ഓക്കെ ആക്കി കൊടുക്കാന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാ. എന്നിട്ട് എന്നെ കൊണ്ട് അരവിന്ദിന് വേണ്ടി നൈസായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിക്കുകയും ചെയ്തു. ഓ, അപ്പൊ ശ്രേയക്ക് അരവിന്ദേട്ടനോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്തായാലും ജോലി കിട്ടിയല്ലോ, അത് മതി. അതെ, പരിപ്പ് വന്നു. ഞാൻ അടുക്കള ചെല്ലട്ടെ, ഞാൻ പിന്നെ വിളിക്കാമേ. ശരി. അമ്മേ, എന്ത് പണിയാ അമ്മേ കാണിച്ചേ? മനഃപൂർവ്വം ചെയ്തു തന്നെയാ. ഈ തുണിയൊന്നും എടുത്ത് വിരിക്കാൻ പറഞ്ഞപ്പോ തണുത്ത വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ നീ? ഇപ്പൊ നേരെ എത്രയായി? ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയതുകൊണ്ട് കാര്യം അറിയാൻ പറ്റി. എന്ത് വിവരം? അരവിന്ദ് ഇന്ന് ഇന്റർവ്യൂവിനായി പോയിരിക്കുന്ന കമ്പനിയില്ലേ, അവിടേക്ക് ആകാശം പോയിരുന്നു. എന്തിന്? ഞാനേ അടുക്കളയിൽ ചെന്നപ്പോ ചാരുവിന് ആകാശിന്റെ ഫോൺ വന്നു. എന്റെ ഭാഗ്യത്തിനാണോ അവളുടെ കഷ്ടകാലത്തിനാണോ എന്നറിയില്ല, ചാരു അത് സ്പീക്കർ ഫോണിലിട്ടു. അരവിന്ദ് ഇന്ന് ഇന്റർവ്യൂവിന് ഓഫീസിൽ പോയ കാര്യവും ആകാശം അവിടെ പോയി എന്നൊക്കെ സംസാരിക്കുന്നത് ഞാൻ കൃത്യമായി കേട്ടു. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനായിരിക്കും കൃത്യം ഇന്ന് തന്നെ ആകാശം ഓഫീസിൽ പോയത്? അവള് സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കുന്നത് നീ കേട്ടതല്ലേ? അപ്പൊ നീ തന്നെ പറ, എന്തിനാ ആകാശം പോയെന്ന്? എന്തോന്നടി കാണിക്കുന്നേ? മൊത്തം മണ്ണായി. ഒന്നെങ്കിൽ നീതി പിരിക്ക്, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി നിക്ക്. എന്റെ അമ്മേ, നിസ്സാരക്കാരിയാണോ ചാരു? ഞാൻ കേൾക്കുമെന്ന് ഉറപ്പായപ്പോ വേഗം അവളെ സ്പീക്കർ ഫോൺ അങ്ങ് ഓഫാക്കി. എന്നിട്ടേ ഫോൺ ചെവി പിടിച്ച് അവിടെ നിന്ന് 2 പാത്രം എടുത്ത് പുറത്തേക്ക് ഒരൊറ്റ പോക്ക്. ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഊഹിച്ചു, എനിക്കൊരു കാര്യവും പിടികിട്ടി. നിനക്ക് പിടികിട്ടിയ കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മയുടെ ഇളയ മോനെ ചാരുവിന്റെ തലയണ മന്ത്രത്തിലും മായങ്ങി നടക്ക. അവളുടെ വാക്കും കേട്ട് അരവിന്ദന് ജോലി കിട്ടുന്നത് മുടക്കാൻ വേണ്ടി തന്നെയാ ആകാശ് ആ ഓഫീസിലേക്ക് പോയത്. ചെറിയ 2 പാത്രങ്ങളെ ആ അടുക്കളയിൽ സിങ്കിൽ കഴിയാൻ പറ്റില്ലേ? ഫോൺ സ്പീക്കർ ഓഫ് ചെയ്തിട്ടേ ഒരു ഉടായിപ്പില് അവിടെ ഇരുന്ന് 1-2 പാത്രങ്ങളും എടുത്ത് ഒറ്റ പോക്കാ പുറത്തേക്ക്. എന്തിനാ? ബാക്കി പറയുന്നത് ഞാൻ കേൾക്കാതിരിക്കും. അതെ, അമ്മ നോക്കിക്കോ, ഈ ജോലി അരവിന്ദന് കിട്ടാൻ പോകുന്നില്ല. അത് ആകാശ് മുടക്കി. ആകാശിനെ കൊണ്ട് ചാരു അത് ചെയ്യിച്ചു. എന്തായാലും അരവിന്ദന് ജോലി കിട്ടോ ഇല്ലെന്ന് ആദ്യം അറിയട്ടെ. ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ എന്റെ തനി സ്വരൂപം ഇന്ന് ചാരു അറിയും. നീയേ ഈ ബക്കറ്റ് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവയ്ക്ക്, എന്നിട്ട് ഇത് വിരിച്ചിട്. ശരി. കൺസ്ട്രക്ഷൻസിൽ നിന്നും ആകാശ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്റെ ഗെയിം ഒന്ന് ഫിനിഷ് ചെയ്യണം. ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിനെ ഇന്ന് തന്നെ നേരിട്ട് വന്ന് കാണണമെന്ന് കരുതിയോണ്ടാ
ഞാൻ വിളിക്കാതിരുന്നത്? ഏയ് അത് സാരമില്ല. ആ പ്രോജക്റ്റ് ഇത്രയും ദിവസം വൈകിപ്പിച്ചതിന് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വിളിച്ചത്. അയ്യോ, സോറിയോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. കുറച്ച് വൈകിയെങ്കിലും പ്രൊജക്ട് നടക്കുമല്ലോ, അത് മതി.